ഹലോ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അതായത് നമുക്ക് ചായക്കൊക്കെ വൈകിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. മസാല ബോണ്ട, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ മസാല ബോണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മസാല ബോണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്കൊരു പ്രഷർ കുക്കറിനകത്ത് വെക്കാം. ഇനി ഇത് പൂർണ്ണമായിട്ടും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ 3 വിസിൽ അടിക്കുന്നത് വരെയാണ് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 2 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ. 3 വിസിലും കേട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് ഇതിൻ്റെ പ്രഷർ ഫുള്ളും പോകുന്നത് വരെ അനക്കാതെ മാറ്റി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ചൂടൽപ്പം മാറി കഴിയുമ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഈ രീതിയിലാണ് ഉടച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് ബോണ്ടയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം ഒരു സവാള ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തുടർച്ചയായി ഇളക്കി വഴറ്റിയെടുക്കാം. സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ സവാള അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇത് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുത്താൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മല്ലിയില ചേർക്കാൻ പറയുന്നത്. ഇപ്പം മല്ലിയില ഇഷ്ടമല്ല, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ല എന്ന് പറഞ്ഞ് ബോണ്ടയുടെ ടെക്സ്ചറൊന്നും മാറി പോകത്തൊന്നുമില്ല. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ബോണ്ടയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് ബോണ്ട നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു നുള്ള് കായപ്പൊടി. അതിനുശേഷം ഈ പൊടികളെല്ലാം നന്നായി ഇളക്കി മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചുകൂടെ കട്ടിക്ക് വേണം ഈ ബോണ്ടയുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. വെള്ളം പലതവണയായി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മാവ് കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ മസാല ബോണ്ടയ്ക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കുറേശ്ശെ എടുത്ത് ഓരോ ബൗളുകളാക്കി എടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇതേപോലെയാണ് ബോളുകളാക്കി എടുക്കാനുള്ളത്. ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഉരുളയാക്കി എടുത്ത മസാല ഓരോന്നായി മാവിലേക്ക് മുക്കി ഈ ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലുള്ളിലെ മസാല വേവിച്ചത് കൊണ്ട് പുറം ഭാഗം മാത്രം വെന്തു കിട്ടിയാൽ മതിയാകും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 3-4 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി മസാല ബോണ്ടയും ഫ്രൈ ചെയ്തെടുക്കുക. ഈ മസാല ബോണ്ട തേങ്ങാ ചട്നിയോടൊപ്പമോ ടൊമാറ്റോ കെച്ചപ്പിനോടൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ മസാല ബോണ്ടയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.